ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ ചിന്താവിഷയം: ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ക്ലെയിം പ്രൊസീജിയർ നടക്കുക എന്നുള്ളതാണ്. ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില ഫ്രണ്ട്സ് പറഞ്ഞിട്ടെടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് അതിന് വർക്ക് ചെയ്യുന്നുണ്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ ഒന്നിലധികം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ചിലവർ എടുക്കാറുണ്ട്. അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്താൽ ആദ്യം തന്നെ നമ്മൾ അതിലേതാണ് നമ്മുടെ പ്രൈമറി ഇൻഷുറൻസ് എന്നുള്ളത് നമ്മൾ രണ്ടാമത്തത് എടുക്കുമ്പോൾ നമ്മൾ ഈ ഉള്ളതിനെ നമ്മളൊന്ന് അവിടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് കാണിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ നമുക്ക് ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസിനെ അവിടെ റിവീൽ ചെയ്യുക. അതിന് നമുക്ക് പ്രൈമറി ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ പുതിയത് എടുക്കുന്നതിന് നമുക്ക് പ്രൈമറി ഇൻഷുറൻസ് ആക്കിയിട്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഒരെണ്ണം പ്രൈമറി ഇൻഷുറൻസും ഒന്ന് സെക്കൻഡറി ഇൻഷുറൻസും ആയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ, അതായത് പ്രൈമറി ഇൻഷുറൻസ് ഏതാണോ അതിൽ നിന്നായിരിക്കും ക്ലെയിം പ്രൊസീജിയർ നടക്കുക. അതിന് ശേഷം അവിടെ എന്തെങ്കിലും ബാലൻസ് കിട്ടാതെ പോവുക, എന്തെങ്കിലും ഒരു റിജക്ഷനോ അല്ലെങ്കിൽ എക്സ്ക്ലൂഷനോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സെക്കൻഡറി ഇൻഷുറൻസിൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് അവിടെ റിവീൽ ചെയ്തിരിക്കണം. അതിൽ ഏതാണ് ഇപ്പോൾ പ്രൈമറി ആക്കേണ്ടതെന്ന് അവിടെ ചോദിക്കും. അതിനെ നമ്മൾ പ്രൈമറി ആക്കി വെക്കുക. ക്ലെയിം പോകാൻ നേരത്ത് ആദ്യത്തെ പ്രൈമറി ഇൻഷുറൻസിൽ നിന്നും ക്ലെയിം പോകും. അതിനുശേഷം അവിടെ എന്തെങ്കിലും ബാലൻസ് കിട്ടാനുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സം ഇൻഷുറൻസിൻ്റെ അനുസരിച്ചിട്ട് അവിടെ ചിലപ്പോൾ ഫുൾ എമൗണ്ട് നമുക്ക് ക്ലെയിം കിട്ടാനായിട്ട് സാധിച്ചെന്ന് വരില്ല, ബില്ലിൻ്റെ ഫുൾ എമൗണ്ട്. അപ്പോൾ ബാലൻസ് ഉള്ള തുക നമുക്ക് സെക്കൻഡറി ഇൻഷുറൻസിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതുപോലെ ചില എക്സ്ക്ലൂഷൻസ് ഒക്കെ ഉണ്ടാവാം, ചിലത് നമുക്ക് റിജക്ഷൻ അല്ലെങ്കിൽ എക്സ്ക്ലൂഷൻസ് വന്നിട്ടുണ്ടാവാം, ചില കാര്യങ്ങൾക്ക് ക്ലെയിം കിട്ടാതെ വന്നിട്ടുണ്ടാകും. ആ കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് സെക്കൻഡറി ഇൻഷുറൻസിൽ നമുക്ക് ക്ലെയിം കൊടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രൊസീജിയർ നടത്തി ആ ക്ലെയിം വാങ്ങാനും സാധിക്കും. അങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനോ അതിന് എന്തെങ്കിലും ഗൈഡൻസിനോ വേണമെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത്. ടേക്ക് കെയർ. ബൈ.